സ്വപ്നങ്ങൾ ഒരുപാട് കണ്ട ഒരു സാധാരണ പെൺകുട്ടി. പക്ഷേ വിധി അവളുടെ ജീവിതത്തിൽ തീർത്തത് ഒരു സാധാരണ വഴിത്താരെ ആയിരുന്നില്ല. ചില ഇഷ്ടങ്ങൾ വെളിച്ചം പോലെയാണ്, നമ്മെ ചുറ്റി നിൽക്കും. പക്ഷേ ജീവിതത്തിന്റെ ഇരുട്ട് വരുമ്പോൾ ആ വെളിച്ചം മെല്ലെ മാഞ്ഞു പോകും. ഫാത്തിമയുടെ ജീവിതത്തിലും സംഭവിച്ചത് അതാണ്. മലകൾ ചേർന്ന് കിടക്കുന്ന ഒരിടം, കിഴക്ക് നീലഗിരിയുടെ പച്ചപ്പും പടിഞ്ഞാറ് അറബിക്കടലിന്റെ നീലിമയും അതിരിടുന്ന ദേശം. കേരളത്തിന്റെ ചരിത്രത്തിൽ ചോരയും തീയും കലർന്ന പോരാട്ടങ്ങളുടെ കനൽ എപ്പോഴും എരിയുന്ന മണ്ണ്, അതാണ് മലപ്പുറം. മാപ്പിള ലഹളയുടെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും വീരസ്മരണകൾ പേറുന്ന സാമൂതിരിയുടെ സൈനിക പരിശീലന കളരിയായിരുന്ന കോട്ടപ്പടി മൈതാനവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങളും കാലത്തിന്റെ കഥ പറയുന്ന നാട്. പാരമ്പര്യത്തിന്റെ തിളക്കമുള്ള അറബി മലയാളത്തിന്റെ ഈണമുള്ള പച്ചപ്പുള്ള വയലുകളും തേക്കിൻ കാടുകളും പുഴകളും ഒഴുകിയെത്തുന്ന ഈ നാട്ടിലെ ഓരോ മൺതരിയിലുമുണ്ട് ഓരോ കഥകൾ. മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ സ്നേഹമുള്ള ഉപ്പയുടെയും ഉമ്മയുടെയും തണലിൽ വളർന്നവളാണ് ഫാത്തിമ. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവൾ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുകയാണ്. കോളേജ് പഠനത്തിനിടെയാണ് അവൾ കബീറുമായി അടുക്കുന്നത്. അടുത്ത വീട്ടിലെ പയ്യനാണ് കബീർ. കബീർ ഗൾഫിൽ പോയെങ്കിലും അവരുടെ സ്നേഹം മൊബൈൽ സ്ക്രീനിലൂടെ വളർന്നു. രാത്രിയുടെ ഏകാന്തതയിൽ അവർ സ്വപ്നങ്ങൾ പങ്കുവച്ചു. ഫാത്തിമ, നിനക്ക് വേണ്ടി ഞാൻ സ്വർണം കൊണ്ടൊരു വീടുണ്ടാക്കും. ഗൾഫിൽ പണിയെടുക്കുന്നത് അതിനാണ്. കബീർ പറയുമ്പോൾ, എനിക്ക് വേണ്ടി വീടൊന്നും വേണ്ട കബീർ, നിന്റെ കൂടെയുള്ള ഈ ചെറിയ ലോകം മാത്രം മതി എനിക്ക് എന്ന് ഫാത്തിമ മറുപടി നൽകും. രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധം അറിയാമായിരുന്നു. കബീർ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ലളിതമായി അവരുടെ നിക്കാഹ് ഉറപ്പിച്ചു. 1 വർഷത്തിനകം കല്യാണം നടത്താനും തീരുമാനിച്ചു. വിവാഹത്തിന് ഇനി 6 മാസം മാത്രം. ഫാത്തിമ കല്യാണ സാരികളുടെയും വളകളുടെയും സ്വപ്നത്തിൽ മുഴുകിയിരുന്നു. പക്ഷേ ഒരു ദിവസം എല്ലാം തകിടം മറിഞ്ഞു. ഉപ്പയുടെ കച്ചവടം പൊളിഞ്ഞു. പുറത്തു പറയാൻ കഴിയാത്തത്ര വലിയ കടം. അതിനിടയിൽ ഉമ്മ കടുത്ത രോഗിയായി. മരുന്നിനായി ദിവസവും വലിയൊരു തുക കണ്ടെത്തേണ്ട അവസ്ഥയായി. ഈ അവസ്ഥയിൽ ഫാത്തിമയുടെ വീട്ടുകാരെ സഹായിക്കാൻ കബീറിന്റെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. സാമ്പത്തിക ബാധ്യത കാരണം അവർ മെല്ലെ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങി. ഫാത്തിമ, നീ ഈ അവസ്ഥ മനസ്സിലാക്കണം. ഈ കടത്തിൽ ഞങ്ങൾക്ക് കൈവയ്ക്കാൻ കഴിയില്ല. ഒരു രാത്രി കബീർ ഫോണിൽ വിതുമ്പി. കബീർ, നിങ്ങൾ നിങ്ങൾ എനിക്ക് തന്ന വാക്ക്, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ. ഫാത്തിമയുടെ ശബ്ദമിടറി. ക്ഷമിക്കണം ഫാത്തിമ, എന്നെ കൊണ്ടാവില്ല. ഞാൻ നിന്നെ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതും പറഞ്ഞ് കബീർ ഫോൺ കട്ട് ചെയ്തു. ഫാത്തിമയുടെ പ്രണയം അവിടെ അവസാനിച്ചു. ലോകം ഇടിഞ്ഞു വീഴുന്ന വേദനയിൽ അവൾ തനിച്ചായി. കബീർ പിന്മാറിയതോടെ കുടുംബം തീർത്തു ഒറ്റപ്പെട്ടു. അപ്പോഴാണ് സിദ്ദിഖ് ഹാജിയുടെ ആലോചന വരുന്നത്. നാട്ടിലെ വലിയ പണക്കാരൻ, 50 വയസ്സ് കഴിഞ്ഞയാൾ. ആദ്യ ഭാര്യ സുഹ്റ ബീവിക്ക് വർഷങ്ങളായി അസുഖമാണ്. കിടപ്പിലായിട്ട് ഒരുപാട് കാലമായി. അവർക്ക് ഒരു സഹായിയെയും വീട്ടുകാര്യങ്ങൾ നോക്കാനായി ഒരു കൂട്ടും വേണം. ഫാത്തിമയെ നിക്കാഹ് കഴിച്ചാൽ ഞാൻ എല്ലാ കടങ്ങളും വീട്ടാം. ഉമ്മയുടെ ചികിത്സ എന്റെ ചിലവിൽ നടത്താം. ഹാജിയാർ ഉറപ്പു നൽകി. ഫാത്തിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ആദ്യം അവൾ എതിർത്തു. എനിക്ക് കഴിയില്ലുമ്മ, ഒരാളുടെ 2ാം ഭാര്യയായി എനിക്ക് ജീവിക്കാൻ വയ്യ. എന്റെ ബാപ്പാടെ പ്രായമുണ്ടയാൾക്ക്. കബീറിനെ ഞാൻ മറന്നിട്ടുമില്ല. അവൾ കരഞ്ഞു. മോളെ, നിന്റെ ഉപ്പ, അദ്ദേഹം തലകുനിച്ച് നിൽക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ ഹാജിയാർ ഒരു ദൈവത്തിന്റെ കൈയാണ്. നിന്റെ ഉമ്മയുടെ മരുന്ന് മുടങ്ങരുത്. ഉപ്പ കണ്ണീരോടെ അപേക്ഷിച്ചു.
പ്രണയത്തേക്കാൾ വലുതാണ് കുടുംബം എന്ന് ഫാത്തിമ തിരിച്ചറിഞ്ഞു. ആ രാത്രി ഫാത്തിമ ഉറങ്ങിയില്ല. ഒരു വശത്ത് അവളുടെ സ്വപ്നങ്ങൾ, മറുവശത്ത് കുടുംബത്തിന്റെ നിലനിൽപ്പ്. ഇതൊരു സാധാരണ നിക്കാഹല്ല, ഒരു ബലിയായിരുന്നു. തന്റെ ഇഷ്ടങ്ങളെ ബലി കൊടുത്തുകൊണ്ട് കുടുംബത്തിന് തണലാകാനുള്ള തീരുമാനം. ഒടുവിൽ കണ്ണീരോടെ അവൾ സമ്മതം മൂളി. എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി, അവൾ മനസ്സിൽ പറഞ്ഞു. വീട്ടുകാരുടെ കണ്ണുകളിൽ ആശ്വാസമായിരുന്നു. പക്ഷേ ഫാത്തിമയുടെ ഹൃദയത്തിൽ പഴയ പ്രണയത്തിന്റെ ഓർമ്മകൾ ഒരു നീറ്റലായി അവശേഷിച്ചു. ലളിതമായ ചടങ്ങുകളോടെ സിദ്ദിഖ് ഹാജിയുടെ രണ്ടാം ഭാര്യയായി ഫാത്തിമ ആ വലിയ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു. അവൾ സ്വപ്നം കണ്ട വിവാഹമായിരുന്നില്ല. പക്ഷേ ആ വീട്ടിൽ അവൾക്കൊരു കടമയുണ്ടായിരുന്നു. ആ വീട്ടിൽ ഫാത്തിമ ഒരു ഭാര്യ എന്നതിലുപരി ഒരു പരിചാരികയുടെ റോളാണ് ആദ്യം ഏറ്റെടുത്തത്. സുഹ്റ ബീബി അവൾക്കൊരു ഭീഷണിയായിരുന്നില്ല. പകരം ഒരു ഉമ്മയെപ്പോലെ അവളോട് സംസാരിച്ചു. ഹാജിയാർ തന്റെ വാക്കു പാലിച്ചു. കടങ്ങളെല്ലാം തീർത്തു. ഉമ്മയ്ക്ക് നല്ല ചികിത്സയും നൽകി. ഫാത്തിമ തന്റെ കടമകൾ സ്നേഹത്തോടെ ചെയ്തു. സുഹ്റ ബീവിക്ക് മരുന്നുകൾ നൽകി, വീട് ഭംഗിയായി നോക്കി. ഫാത്തിമയുടെ ആത്മാർത്ഥത സുഹ്റ ബീവിയുടെ മക്കൾ പോലും അംഗീകരിച്ചു. ഹാജിയാർ അവൾക്ക് നല്ലൊരു കൂട്ടു നൽകി. ഫാത്തിമയുടെ നിഷ്കളങ്കമായ സ്നേഹവും ക്ഷമയും അവൾക്ക് ആ വീട്ടിലൊരു സ്ഥാനമുണ്ടാക്കി. രണ്ടാം ഭാര്യ എന്ന പേരിലെ നീറ്റൽ മാഞ്ഞ് അവൾ ആ കുടുംബത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അവൾ ഒരു സഹായി മാത്രമല്ല, ഒരു സഹയാത്രിക കൂടിയായി. ഒരു ദിവസം സുഹ്റ ബീവി ഫാത്തിമയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, ഫാത്തിമ, നീ എന്റെ മോളെപ്പോലെയാണ്. നീ വന്നതിൽ എനിക്ക് സന്തോഷം മാത്രം. എന്റെ കൂടെയുള്ള ജീവിതം നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫാത്തിമ അത് കേട്ട് ചിരിച്ചു. സുഹ്റ ഉമ്മ, എനിക്കിപ്പോൾ ഇവിടെ ഈ വീടും ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുമുണ്ട്. സാഹചര്യം എന്നെ ഇവിടെ എത്തിച്ചെങ്കിലും എന്റെ മനസ്സിവിടെ സന്തുഷ്ടമാണ്. സിദ്ദിഖ് ഹാജിയാർ ഫാത്തിമയെ ഒരു ഉപകരണമായി കണ്ടില്ല. അദ്ദേഹം അവൾക്ക് വേണ്ട എല്ലാ സ്നേഹവും ബഹുമാനവും നൽകി. അവളുടെ വിദ്യാഭ്യാസം തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. ഫാത്തിമയുടെ ദുഃഖം മാറ്റാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അവളുടെ കുടുംബത്തിന് അദ്ദേഹം താങ്ങും തണലുമായി. മാസങ്ങൾ കടന്നുപോയി. ഫാത്തിമ ജോലിക്കായി പഠനം തുടർന്നു. സുഹ്റ ബീവിയുടെ പരിചരണം അവൾക്കൊരു ധ്യാനം പോലെയായി. കബീറുമായുള്ള പ്രണയം ഒരു ഓർമ്മയായി മനസ്സിലിരുന്നു. പക്ഷേ ആ ഓർമ്മ നൽകിയ വേദനയേക്കാൾ വലുതായിരുന്നു താൻ രക്ഷിച്ചെടുത്ത കുടുംബത്തിന്റെ സന്തോഷം. തന്റെ ഉമ്മയും വാപ്പയും ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ്, ഫാത്തിമ സ്വയം ആശ്വസിച്ചു. ഫാത്തിമയുടെ ജീവിതം ഒരു ചോദ്യമാണ്. പ്രണയമാണോ അതോ കടമയാണോ വലുത്? സാഹചര്യം കൊണ്ട് രണ്ടാം ഭാര്യയാകേണ്ടി വന്നപ്പോൾ അവൾ തന്റെ കർത്തവ്യം സ്നേഹത്തോടെ നിർവഹിച്ചു. ഒടുവിൽ നഷ്ടപ്പെട്ട പ്രണയത്തേക്കാൾ മഹത്തരമായ ഒരു ബന്ധം അവൾക്ക് കിട്ടിയത് കബീറിന്റെ സ്വർണ്ണ വീടല്ല, മറിച്ച് സ്വന്തം മനസാക്ഷിയുടെ വെളിച്ചമായിരുന്നു.